ഹലോ ഫ്രണ്ട്സ്, ഒത്തിരി നാളായി വോയിസ് ഓവർ ചെയ്തിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് വോയിസ് ഓവർ ചെയ്യാമെന്ന്, അങ്ങനെ ഒരു വീഡിയോ ഇടാമെന്ന്. ഞാനിപ്പം ഇന്ന് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ പൊതുവേ ട്രെൻഡിങ് ആണ് ഓവർനൈറ്റ് സോക്കിംഗ് ഓട്സ്. അപ്പോൾ അതാണ് ഞാനിന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. പൊതുവേ ഞാനിപ്പോൾ ഏകദേശം ഒരു 1 മന്തായിട്ട് ഞാനിപ്പോൾ അതാണ് ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിക്കുന്നത്. നിങ്ങളെല്ലാം എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും. ഞാൻ സ്ലിമ്മാണ്, പക്ഷേ ഞാൻ ആദ്യം കരുതിയിരുന്നത് വെയിറ്റ് വളരെ കുറയുമെന്നായിരുന്നു. പക്ഷേ എനിക്കങ്ങനെ വെയിറ്റ് കുറയുമോ അങ്ങനെയൊന്നും ഉണ്ടായില്ല. പക്ഷെ നല്ല ഹെൽത്തി ആയിരുന്നു, ആക്റ്റീവായിരുന്നു. പെട്ടെന്ന് അങ്ങനെ വിശപ്പ് വരിക, ഞാൻ ഭയങ്കര വിശപ്പിൻ്റെ ആളാണ്. അപ്പോൾ എൻ്റെ ആ ഒരു വിശപ്പ് പിടിച്ചു നിർത്താൻ കാര്യം വർക്കിംഗ് ആണല്ലോ. അപ്പോൾ പിന്നെ എപ്പോഴും നമുക്ക് ഫുഡ് കഴിക്കുക എന്നുള്ളത് പോസിബിളല്ല. അപ്പോൾ പിന്നെ ഞാനൊന്ന് വിചാരിച്ചു ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന്. അപ്പോൾ ഒരു 1 മന്ത് ട്രൈ ചെയ്തപ്പോഴത്തേക്ക് എനിക്കൊരു വ്യത്യാസം തോന്നി. അതായത് കുറേ നേരം, ഏകദേശം ഞാനൊരു 6:30-ക്കൊക്കെയാണ് ഈ ഓട്സ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതെങ്കിൽ എനിക്ക് കുറേ നേരം ഒരു 10:30 ആകുമ്പോഴത്തേക്ക് പിന്നെ വിശക്കത്തുള്ളൂ. അപ്പം ഞാനൊരു ഫ്രൂട്ട്സ് എടുക്കും, അല്ലെങ്കിൽ ഞാൻ പിന്നെ അല്ലാത്ത ദോശ, കടല അങ്ങനെയൊക്കെയുള്ള നമ്മുടെ സാധാ ബ്രേക്ക്ഫാസ്റ്റും എടുക്കും. അപ്പോൾ ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ എനിക്ക് അലർജിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഈ ഫ്രൂട്ട്സ് ഐറ്റംസ്, സിട്രിക് ആസിഡ്സ് അങ്ങനെ ഡയറക്റ്റ് കഴിച്ച് കഴിഞ്ഞാൽ ഇഷ്യൂസ് ആവും. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ബെറീസും കാര്യങ്ങളുമൊക്കെ ഞാൻ ഈ ഓട്സിനകത്തിട്ട് കഴിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഓക്കെ ആയിരുന്നു. അപ്പം ഞാൻ ഇന്നിവിടെ എടുക്കുന്നത് ഒരു ഹാഫ് വരുന്ന അത്രയും അളവിനായിട്ടാണ് ഞാൻ ഈ ഓട്സ് എടുക്കുന്നത്. ഓട്സ് റൗണ്ടഡ് ആയിട്ടുള്ള ഓട്സാണ് എടുക്കുന്നത്. ഇതാണ് ഏറ്റവും നല്ലത്. നമുക്ക് ഓവർനൈറ്റ് ചെയ്യാൻ വേണ്ടി ഏറ്റവും നല്ല ഓട്സ് ഇതാണ്. എന്നിട്ട് ഞാൻ നമ്മുടെ ചിയാ സീഡ് വളരെ നല്ലതാണ്. ചിലവർക്ക് ഇത് അലർജി ഉണ്ടാവും, ചിലപ്പം ദഹിക്കാനൊക്കെ പാടായിരിക്കും. അതുകൊണ്ട് കുറച്ചളവിലാണ് ഞാനിത് ഇടാറുള്ളത്. ഒരു 1.5 അത്രയൊക്കെ, അതും ഇത് ടീസ്പൂണാണ്, ചെറുത്ത് ആയിട്ടിടും. അപ്പം ഞാനിത് എനിക്ക് എൻ്റെ ഹസ്ബൻഡിന് വേണ്ടിയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇത് പിന്നെ ഈ സീഡ്സ് ഉണ്ടല്ലോ, പംകിൻ, അതുപോലെ സൺഫ്ലവർ സീഡ്സ്, അങ്ങനെയുള്ള അത് രണ്ടും കൂടി റോസ്റ്റ് ചെയ്തിട്ട് എടുത്തേക്കുന്നതാണ്. അപ്പോൾ അത് ഫൈൻ പൗഡറാക്കി വെച്ചിരിക്കുന്നതാണ്. അതും ഞാനൊരു 2 ടീസ്പൂണൊക്കെ വെച്ചിട്ടാണ് ഇടുന്നത്. ചിലപ്പോൾ 2.5 ഒക്കെ ഇടും. ഇതും നമുക്ക് നല്ലതാണ്. പിന്നീട് നമ്മൾ എടുക്കുന്നത് ഗ്രീക്ക് യോഗട്ടാണ്. അതും പ്ലെയിൻ. ഞാനങ്ങനെ ഫ്ലേവേർഡ് എടുക്കാറില്ല, പ്ലെയിനാണ് എടുക്കാറുള്ളത്. അപ്പോൾ പ്ലെയിൻ ഞാൻ 1 സ്പൂൺ വെച്ചിട്ട് ഇടും. അത് ഓരോരോ സ്പൂൺ വെച്ചിട്ട് 2 ബോട്ടിലും ഇടും. അത് കഴിഞ്ഞിട്ട് നമ്മൾ പാൽ യൂസ് ചെയ്യും. അപ്പം ഞാൻ ലോ ഫാറ്റിൻ്റെയാണ് യൂസ് ചെയ്യുന്നത്. എനിക്കങ്ങനെ ക്രീമി ഫുൾ ഫാറ്റ് അത്ര ഇഷ്ടമല്ല. ഞാൻ ലോ ഫാറ്റാണ് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ അത് നമ്മൾ ഒരു ഹാഫ് എന്നുള്ള രീതിയിൽ ഒഴിച്ചു കൊടുക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഞാൻ സ്ട്രോബെറിയും ബ്ലൂബെറിയാണ് യൂസ് ചെയ്യാറുള്ളത്. എനിക്കതാണ് 1 മന്ത് ഞാൻ യൂസ് ചെയ്തപ്പം എനിക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഉണ്ടാവാത്ത കാര്യം. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് പെട്ടെന്ന് തന്നെ സൈനസിൻ്റെ പ്രോബ്ലംസൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ സിട്രിക് ഫ്രൂട്ട്സ് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാനിതൊന്ന് പരീക്ഷിച്ച് നോക്കി 1 മന്ത്. അപ്പോൾ എനിക്ക് ഇത് വലിയ ഇഷ്യൂസായിട്ട് തോന്നിയില്ല. അപ്പോൾ ബ്ലൂബെറിയും സ്ട്രോബെറിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. വേണമെങ്കിൽ നമുക്ക് പഴവും യൂസ് ചെയ്യാം. പിന്നെ ഞാൻ ഒരു മധുരത്തിന് വേണ്ടി ഞാൻ ഹണിയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഒരുപാടൊന്നും ഇടാറില്ല. ഇതിപ്പോൾ ഏകദേശം തീർന്നു. പുതിയ ബോട്ടിലെടുക്കണം. ഇത് ലാസ്റ്റാണ്. അപ്പം ഞാനിങ്ങനെ നന്നായിട്ട് പ്രസ് ചെയ്തപ്പോഴാണ് അത് വരുന്നത്. നിങ്ങൾക്ക് തന്നെ കാണാം. 2 ബോട്ടിലും അത് ആവശ്യത്തിനിട്ടു. അതിന് ശേഷം നമ്മൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഫ്രിഡ്ജിൽ വെക്കും. അപ്പം പൊതുവേ ഞാനൊരു 9 മണിയൊക്കെ ആകുമ്പോഴത്തേക്കാണ് ഇത് പ്രിപ്പയർ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്നത്. എന്നിട്ട് രാവിലെ എടുത്ത് പുറത്ത് വെക്കും. ഞങ്ങൾക്ക് 2 പേർക്കും സ്നീസിങ്ങും കഫിങ്ങും ഒക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങളിത് കുറച്ച് നേരം പുറത്തെടുത്ത് വെച്ചിട്ട് ചിലപ്പോൾ ഞാൻ ഓവനിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന്
വാമാക്കും, എന്നിട്ടാണ് കുടിക്കാറുള്ളത് നല്ല കോൾഡുള്ള ദിവസങ്ങളിൽ. പക്ഷെ എനിവേ നല്ല ഹെൽത്തിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുറേ നേരം നല്ലതായിട്ട് നമ്മുടെ സ്റ്റൊമക്ക് നല്ല ഫുള്ളായിട്ടിരിക്കും, വർക്ക് ചെയ്യാൻ നല്ല ആക്റ്റീവാണ്. സോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കേ.